വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച മക്കയിൽ ജനവാസം ആരംഭിച്ച സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു വിഷയം, ആ കാലഘട്ടത്തിൽ മക്കയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമതായി മക്കയുടെ അല്ലെങ്കിൽ ജസീറത്തുൽ അറബ് എന്ന് നമ്മൾ പറയുന്ന ഭൂപ്രദേശത്തിൻ്റെ പരിസരങ്ങളിലുണ്ടായിരുന്നത് ഒന്ന് റോമാ സാമ്രാജ്യമാണെന്ന് നമുക്കറിയാം, മറ്റൊന്ന് പേർഷ്യയാണ്, പിന്നെ ഉണ്ടായിരുന്നത് യമനാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്ന് പറയാൻ കഴിയുന്നത്. അതിൻ്റേതായ ചില ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലത്തെ ഒരു സ്വഭാവത്തിലുള്ളതല്ല, വ്യത്യാസങ്ങളുണ്ട്. എന്നാലും റോം, പേർഷ്യ ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ഗുലിബത്തി റൂം ഫി അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ എന്നൊക്കെ പറയുന്ന ആയത്തിലൂടെ നമ്മൾ റോമിൻ്റെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. അത് പേർഷ്യയുമായിട്ടാണ് യുദ്ധം നടന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ചില അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ. അതുപോലെ മറ്റൊന്നാണ് യമന്. യമനിലുള്ള രാജാക്കന്മാരും അവിടെ അത്യാവശ്യം ശക്തമായ ഒരു ഭരണ സംവിധാനമായിട്ട് നിലനിന്നിരുന്നതാണ്. ഇതാണ് പരിസരങ്ങളുടെ ചരിത്രം പറയുകയാണ്. റോമിൻ്റെയും പേർഷ്യയുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ ദീർഘമായ ചില വശങ്ങൾ അതിനുണ്ട്. പക്ഷേ നമ്മൾ വളരെ ഹ്രസ്വമായി പറഞ്ഞു പോകുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അധികാരത്തിൻ്റെ വേണ്ടിയുള്ള മത്സരങ്ങളും, അതിൽ റോം ചിലപ്പോൾ വിജയിക്കുന്നു, പേർഷ്യ ചിലപ്പോൾ വിജയിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത്. മക്കയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഹിജാസ്, തിഹാമ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പ്രഥമമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഖുസയ്യ് ബിൻ കിലാബ്, പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖുസയ്യ് ബിൻ കിലാബ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസയ്യ്. ഖുസയ്യാണ് മക്കയിൽ ഒരു ഗോത്ര നേതൃത്വം എന്ന നിലയ്ക്ക് ഖുറൈശികളിലേക്ക് അതിൻ്റെ നേതൃത്വം കൊണ്ടുവരുന്ന ആൾ ഖുസയ്യാണ്. ഖുസയ്യിൻ്റെ 3 മക്കളാണ് അബ്ദു മനാഫ്, അബ്ദുൽ ഷംസ്, അബ്ദുദ്ദാർ, അബ്ദുൽ ഉസ്സ. ഈ 3 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദു മനാഫിൻ്റെ പരമ്പരയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്ന ചില അക്രമികളായ സംഘങ്ങളുണ്ടായിരുന്നു. അവർക്കെതിരെ 3 മക്കളെയും കൂട്ടിച്ചേർത്ത് ബാക്കി ഖുറൈശികളിൽപ്പെട്ടവരെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ശക്തമായ ഒരു മുന്നേറ്റം നടത്തുകയും അക്രമികളായ ചില സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും മക്ക എന്ന് പറയുന്ന പ്രദേശത്തിലെ ജനങ്ങൾക്ക്, അവിടെ ഉണ്ടായിരുന്ന പ്രബല ശക്തിയായിരുന്ന ഖുറൈശികൾക്ക് സ്വസ്ഥമായി ജീവിക്കാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നതും, ഒരു ഗോത്ര സമൂഹം എന്ന നിലയിൽ കൃത്യമായൊരു നേതൃത്വത്തിന് കീഴിൽ മക്കയിലെ ജനങ്ങൾ വന്നതും ഖുസയ്യിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ പരിസരങ്ങളിൽ ശക്തമായ ചില അധികാര ശക്തികൾ നിലനിൽക്കുന്നു. എന്നാൽ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ അല്ലാഹു തആല പ്രത്യേകമായി സംരക്ഷിച്ചു നിർത്തുന്നു. അവിടെ ആ പഴയകാല ശൈലിയിൽ തന്നെ പോകുന്ന ഒരു ഗോത്ര സമൂഹം അവിടെ നിലനിൽക്കുന്നു. ഈ കണ്ട രാജ്യങ്ങളൊന്നും ഇങ്ങോട്ട് അധികാരത്തിന് വേണ്ടി കടന്നു വരുകയോ ആക്രമിച്ച് കടന്നു വന്ന് ഈ രാജ്യം അല്ലെങ്കിൽ മക്ക കീഴ്പ്പെടുത്തുകയൊന്നും ചെയ്തതായി
ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. സത്യത്തിൽ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വിസ്തൃതി വളർത്താൻ വേണ്ടിയിട്ടാണ്, വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. റോം പേർഷ്യക്കെതിരെ യുദ്ധം ചെയ്തത് രാജ്യം വലുതാക്കാനാണ്. നേരെ തിരിച്ചുമൊക്കെ നടക്കുന്നത് അധികാര മത്സരം എന്നതിനോടൊപ്പം തന്നെ രാജ്യം വലുതാക്കാനാണ്. പക്ഷേ ഇങ്ങനെ വലിയ മത്സരം നടക്കുമ്പോഴും മക്ക എന്ന് പറയുന്ന ഭൂപ്രദേശത്തേക്ക് ഇങ്ങനെ ആരും കടന്നു വന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഗോത്ര വർഗമായി തന്നെ അത് നിലനിന്നു പോരുകയാണ്. അതാണ് മക്കയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അവസ്ഥ. ഖുസൈന് ശേഷം അബ്ദുമനാഫിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുഷംസിന് ശേഷം സഹോദരനായ ഹാഷിം, അതിനുശേഷം അബ്ദുൽ മുത്തലിബിന് ശേഷം അബൂ താലിബിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് ആ നാടിൻ്റെ പൂർണ്ണമായൊരു ചുമതല വരികയാണ്. അതാണ് ആ ഒരു സാഹചര്യം. മറ്റൊന്ന്, ആ സമയത്തെ മക്കയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. മക്കയുടെ പരിസരങ്ങളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി പറഞ്ഞാൽ ആകെ വരൾച്ച പിടിച്ച ഒരു നാടാണ് മക്ക. മരുഭൂമിയാണ്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ. ആകെ പച്ചപ്പുള്ള ഒരു നാട് യമനാണ്. യമനിലുള്ള സബ ഗോത്രക്കാരുടെ സംഭവവും സബയിലുണ്ടായിരുന്ന ഒരു അണക്കെട്ടും ആ അണക്കെട്ട് പൊട്ടി ആ നാട് മുഴുവൻ നശിച്ചതും ആ നാട്ടിലെ ജനങ്ങൾ ഒന്നായിട്ട് വിവിധ നാടുകളിലേക്ക് മാറി താമസമൊക്കെ നമ്മുടെ സൂറത്തു സബഇൻ്റെ തഫ്സീറിൽ പഠിച്ചിട്ടുണ്ടാവും. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ആ സബയിലുണ്ടായിരുന്ന ഒരു അണക്കെട്ടിനെ സംബന്ധിച്ചാണ്. ആ അണക്കെട്ടിൻ്റെ പരിസരത്ത് താമസിച്ചിരുന്നവർ വലിയ സമൃദ്ധിയിലായിരുന്നു. നല്ല വിളവുള്ള നാടാണ് യമൻ. അതുകൊണ്ട് തന്നെ നല്ല ജലസേചന സംവിധാനം അവിടെയുണ്ട്. ആ അണക്കെട്ടിൽ നിന്നും ആവശ്യമായ വെള്ളം പല പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു. അതനുസരിച്ച് നല്ല ഒരു ജനവാസ മേഖലയായി യമൻ വളർന്നു. പക്ഷേ ആ ജനങ്ങളുടെ നന്ദികേടിൻ്റെ പേരിൽ അല്ലാഹു തആല ആ അണക്കെട്ടിനെ പൊട്ടിച്ചു വിടുകയും ആ ജനങ്ങൾ വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അവർ പല നാടുകളിലായിട്ട് ചെതറി തെറിച്ചു പോയി എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഔസ് ഹസ്റജ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിൽ മദീനയിൽ താമസത്തിനെത്തിയത്. അത് യമനിലുള്ള ആ അണക്കെട്ട് ആയി ബന്ധപ്പെട്ടുള്ളതാണ്. മദീനയുടെ തന്നെ ചില പ്രത്യേക സമൂഹം, മദീനയിലെ പ്രബലമായ സമൂഹം എന്ന് പറയുന്ന ഔസും ഹസ്റജുമാണ്. അവരൊക്കെ യമൻ്റെ പ്രദേശത്ത് താമസിച്ചിരുന്നവരും ഈ അണക്കെട്ട് നശിച്ചതോടുകൂടി മദീനയിലേക്ക് കുടിയേറിയവരുമാണ്. അപ്പം യമനാണ് പ്രത്യേകമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ല ജനവാസ കേന്ദ്രവും നല്ല ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ലഭിക്കുന്ന നാടും. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം ഊഷരമായ മണ്ണാണ്, മരുഭൂമിയാണ്, പ്രത്യേകിച്ച് ഉൽപ്പാദനങ്ങളൊന്നും നടക്കാത്ത സ്ഥലം. പക്ഷേ മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പ്രത്യേകമായ ചില പരിഗണനകൾ നൽകിയെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അപ്പോൾ മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ സാമ്പത്തിക സ്രോതസ്സുകൾ നൽകിയിരുന്നു. അതാണ് റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഷിതാഇൻ്റെ സമയത്തും സൈഫിൻ്റെ സമയത്തും, ശക്തമായ ചൂടിൻ്റെ സമയത്തും തണുപ്പിൻ്റെ സമയത്തും. അപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാലോ, തണുപ്പ് കാലത്ത് വേണ്ടുന്ന സാധനങ്ങൾ വേറെയാണ്, പ്രത്യേകിച്ചും അറബികളുടെ ഒരു ശൈലിയിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ചൂട് കാലത്തും ഈ രണ്ട് സമയത്തും ഇവർ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകും. ആ കച്ചവടത്തിലൂടെ അവർക്ക് നല്ല ലാഭം ലഭിക്കും. അങ്ങനെ മക്കയിലെ ജനങ്ങൾ വളരെ മോശമില്ലാത്ത ഒരവസ്ഥയിൽ, ഒരു സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞുകൂടിയവരാണ്. അതുമാത്രമല്ല, മക്കയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ വരുമായിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ട്. ഹജ്ജിൻ്റെ രീതി അപ്പോഴും ജാഹിലിയ കാലഘട്ടത്തിലും ഹജ്ജ് നിലനിന്നിരുന്നു. അപ്പോൾ ഹജ്ജിലൂടെയും അതുപോലെ ഇവരുടെ കച്ചവട ഏർപ്പാടുകളിലൂടെ ഷാമിലേക്ക് കച്ചവടം സജീവമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ ഹാഷിമിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മക്കയുടെ പുറത്തേക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചതും അങ്ങനെയുള്ള മദീനയുമായിട്ടുള്ള ഹാഷിമിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സിറിയ വരെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എത്തുകയും അങ്ങനെ നിരന്തരമായി തുടർന്നു പോന്നിരുന്ന കച്ചവട ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടതും അങ്ങനെ മക്ക രാഷ്ട്രീയമായ അക്രമങ്ങൾക്ക് വിധേയമാകാതെ കഴിഞ്ഞുകൂടിയതുപോലെ തന്നെ സാമ്പത്തികമായ മേഖലയിൽ
പരിസരത്തുള്ളവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മക്കക്കാർ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിൽ തന്നെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. മറ്റൊന്ന് സാമൂഹിക സ്ഥിതിയാണ് മക്കക്കാരുടെ. അത് വളരെ വിചിത്രമായ സാമൂഹിക സ്ഥിതിയാണെന്ന് നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും. മക്കയിലെ ജനങ്ങൾ പലതരത്തിലുള്ള തിന്മകളും ആ സമൂഹത്തിൽ നിലനിന്നിരുന്നതായിട്ട് മക്കയിലെ ജനങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ യുദ്ധപ്രിയരായിരുന്നു, യുദ്ധക്കൊതിയന്മാരായിരുന്നു. അതുപോലെ തന്നെ കള്ളിനോട് വലിയ ആഗ്രഹം, ആവേശം അവർക്കുണ്ടായിരുന്നു. ഖിമാർ, ചൂതുകളി, അതുപോലുള്ള വലിയ വലിയ തുക വെച്ചിട്ടുള്ള കളികൾ, ഇപ്പം നമ്മൾ ലോട്ടറി ഒക്കെ പറയുന്നത് പോലെ വലിയ വലിയ സാമ്പത്തികമായ തിരിമറികളും സമ്പത്ത് വെച്ചിട്ടുള്ള കളികളും, അങ്ങനെ വലിയ പൈസ പെട്ടെന്ന് കിട്ടുന്ന മാർഗങ്ങളും നഷ്ടപ്പെടുന്ന മാർഗങ്ങളും എല്ലാമായിരുന്നു ഖിമാർ എന്ന് പറയുന്നത്. മൈസർ എന്നാണ് നമ്മൾ സാധാരണ അതിനെ ഖുർആൻ്റെ ശൈലിയിൽ കേൾക്കാറുള്ളത്. മൈസർ, ഇന്നമൽ ഖംറു വൽ മൈസർ. മൈസറിന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്തെന്നാണ്? എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്നാണ്. മൈസർ യുസറിൽ നിന്നുണ്ടായ വാക്കാണ്. അപ്പോൾ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന മാർഗങ്ങളെല്ലാം എളുപ്പത്തിൽ പൈസ പോകാനുള്ള വഴിയും കൂടെ ആയിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ. അപ്പോൾ മൈസറിൻ്റെ ഒരു രീതി അവരിലുണ്ടായിരുന്നു. മറ്റൊന്ന് ഖംറാണ് അവരിൽ സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നത്. പിന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന രീതി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതുപോലെ തന്നെ പെൺകുട്ടികളല്ല, ആൺകുട്ടികളെയും ദാരിദ്ര്യം ഭയന്ന് അവർ കൊന്നുകളയാറുള്ളത്. പെൺകുട്ടികളെ ജീവനോടുകൂടി, വഅദുൽ ബനാത്ത് എന്നാണ് അതിന് പറയാം, ജീവനോടുകൂടി തന്നെ കുഴിച്ചു മൂടും. പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൊന്നു കളഞ്ഞിട്ട് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നൊരു ധാരണ അവരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബപരമായ, ഗോത്രപരമായ കുടിപ്പകകളാണ്. വലിയ പക, അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിക്കാത്ത പകകൾ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നവരാണ്. അവർ മക്കൾക്ക് കൊടുത്തിരുന്ന ഉപദേശം തന്നെ അതാണ്. നമ്മൾ ശത്രുഗോത്രമാണവർ, അവരുമായിട്ട് നിരന്തരമായ ശത്രുത പുലർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് അവർ സായലബെന്നും കിലാബെന്നും ഒക്കെ മക്കൾക്ക് പേരിട്ടിരുന്നതെന്ന് ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ചിലർ മക്കൾക്ക് പേരിടുന്നതന്നെ കിലാബെന്നാണ്. അതുപോലെ സാലബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജീവികളുടെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാകണം, സ്വഭാവങ്ങൾ ഉണ്ടാകണം. എന്നിട്ട് അത് നടപ്പിലാക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളുമായി അവസാനിക്കാത്ത ആ പക നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു പ്രകൃതം അവൻ്റെ പേരിൽ തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ്. അതുപോലെ അതിക്രമിച്ച് കയറുക, കൊള്ളകൾ നടത്തുക, ഈ ഒരു രീതികളൊക്കെ അവരിലുണ്ടായിരുന്നു. അതുപോലെ തബറുജു നിസ, സ്ത്രീകളുടെ തബറുജ്, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ, പുറത്തിറങ്ങിയുള്ള സഞ്ചാരങ്ങൾ. അതുപോലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും തന്നെ അവിഹിതമായ ആൺ പെൺ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ്. വലാ മുത്തഹിദാത്തി അഹ്ദാനിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ചില ആൺ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. വളരെ തെറ്റായ തരത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന, അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അവരിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ ചില വീടുകളിലൊക്കെ പ്രത്യേകമായ അടയാളങ്ങൾ വയ്ക്കുമായിരുന്നു എന്നാണ്. ആ വീട്ടിലുള്ള സ്ത്രീകൾ ആരുമായിട്ടും വ്യഭിചരിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുന്ന അടയാളങ്ങൾ വീടിൻ്റെ പുറത്ത് തന്നെ കാണെ സ്ഥാപിച്ചു വച്ചിരുന്നു. അപ്പോൾ വ്യഭിചാരം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള സൗകര്യപ്പെടുന്ന തരത്തിൽ. അതുപോലെ പല കാര്യങ്ങളും, സാമൂഹികമായ പല അധപ്പതനങ്ങളും, ലൈംഗികമായ പല അരാജകത്വങ്ങളും, സാമ്പത്തികമായ പല കുറ്റകൃത്യങ്ങളും എല്ലാം നിലനിന്നിരുന്ന ഒരു സമൂഹം. എന്നാൽ അതിനൊരു മറുവശവും കൂടെയുണ്ട്. ചില നന്മകളും അവരിൽ നിലനിന്നിരുന്നു. എന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് സിദ്ഖുൽ ഹദീസാണ്. അവർ സത്യമേ പറയുമായിരുന്നുള്ളൂ. ഒരിക്കലും കളവ് പറയുന്ന സ്വഭാവം ജാഹിലിയ അറബികളിലില്ലായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിർക്കൽ രാജാവിന് കത്തെഴുതുമ്പോൾ അവിടെ ഹിർക്കൽ രാജാവ് അന്വേഷിക്കുന്നുണ്ട് മക്കക്കാരായ ആരാണ് പരിസര പ്രദേശത്തുള്ളതെന്ന്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അബൂ സുഫിയാനും സംഘവും അവിടെ കച്ചവടത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അബൂ സുഫിയാനെയും സംഘത്തിനെയും ഹിർക്കൽ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലേക്ക് വിളിക്കും. എന്നിട്ട് ചോദിക്കും, എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി, നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഓരോരോ കാര്യത്തിനും മറുപടി പറയും. പറഞ്ഞിട്ട് അബൂ സുഫിയാൻ ഇടയിലൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അന്ന് ഹിർക്കലിൻ്റെ അഥവാ റോമാ ചക്രവർത്തിയുടെ സദസ്സിൽ വെച്ച് ഒരു കളവ് പറഞ്ഞു എന്ന് പിൽക്കാലത്ത് എന്നെക്കുറിച്ച് നാടിൽ പ്രചരിക്കുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് അവിടെ കളവ് പറയുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിരോധമുണ്ട് അബൂ സുഫിയാന്. റോമാ ചക്രവർത്തിക്ക് റസൂലിനോട് വിരോധമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സത്യമല്ലാതെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അബൂ സുഫിയാൻ്റെത്. ഞാൻ ഇവിടെ ഈ രാജാവിൻ്റെ മുമ്പിൽ ഒരു കളവ് പറഞ്ഞാൽ ഇന്നിപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ മതത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷെ ഒരു കാലത്ത് ഇവരാരെങ്കിലും മതം മാറി മറുപക്ഷത്തേക്ക് പോയേക്കാം. അങ്ങനെ പോയാൽ അയാൾ അവിടെ എന്തു പറയും? അന്ന് അബൂ സുഫിയാൻ ഹിർക്കലിൻ്റെ രാജാവിൻ്റെ സദസ്സിൽ വെച്ച് കളവ് പറഞ്ഞവനാണ്. അപ്പൊ കളവ് പറയുന്നവൻ എന്നൊരു പേര് ആ സമൂഹത്തിൽ അത്രമേൽ ദോഷമായ മോശമായ പേരായിരുന്നു. അത് പേടിച്ചിട്ടാണ് അബൂ സുഫിയാൻ കളവ് പറയാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്രമേൽ സത്യസന്ധത, ഒരു വാക്ക് പറയുകയാണെങ്കിൽ സത്യമേ പറയാവൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു സമൂഹമായിരുന്നു ജാഹിലിയത്തിൻ്റെ അറബികൾ എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയവും കൂടെയാണ്, സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തിന്മകൾ ഒരുപാടുണ്ട് ജാഹിലിയ സമൂഹത്തിലെന്ന് നമ്മൾ പറയുമ്പോഴും മറുഭാഗത്ത് അവരിലുണ്ടായിരുന്ന അൽ മുഅ്മിനു ലാ യക്ദിബ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കലും ഈമാനുമായി കൂടിച്ചേരാത്ത ഒരു ദുർഗുണമെന്ന് പറയുന്ന കളവാണെന്നാണ് നബി പറഞ്ഞത്. പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഒരു മുഅ്മിൻ പിശുക്കനാവുമോ എന്ന് ചോദിച്ചപ്പം ആകാം, സാധ്യതയുണ്ട്. ഈമാനുമായിട്ട് അത്ര വൈരുദ്ധ്യത്തിലുള്ള ഒരു സ്വഭാവമല്ല നബി പറഞ്ഞത്. ചിലപ്പോൾ ഉണ്ടാകാം, ദുർബലരായ വിശ്വാസികൾ അതുണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുമായി ഒരിക്കലും ചേരാത്ത ഒരു ദുർഗുണമായിട്ട് പറഞ്ഞത് കളവിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ജനങ്ങളിൽ അങ്ങനെ ഒരു സൽഗുണമുണ്ടായിരുന്നു. അതുപോലെ അതിഥികളെ വേണ്ടതുപോലെ അവർ സൽക്കരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ നാട്ടിൽ അന്നും വിദേശികൾ ആരെങ്കിലും വന്നാൽ ആഹാരം കിട്ടാതെ, താമസിക്കാൻ ഇടം കിട്ടാത്ത ഒരവസ്ഥ അവിടെ വരുമായിരുന്നില്ല. അതുപോലെ കരാറുകൾ കൃത്യമായി പാലിച്ചിരുന്നു. സാധിക്കുന്നിടത്തോളം പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് പലയിടത്തും ഇസ്ലാമിന് വന്നതിന് ശേഷം അവർ കരാർ ലംഘിച്ച് കാണാൻ കഴിയും. പക്ഷേ ജാഹിലിയത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അറബികളിൽ ഉണ്ടായിരുന്ന ഗുണമായി എടുത്തു പറയപ്പെടുന്ന ഒന്നാണ് അവരുടെ കരാർ പാലിക്കുന്ന വിഷയത്തിൽ അവർ ശ്രദ്ധയുള്ളവരായിരുന്നു. അതുപോലെ ഇഹ്തിറാമുൽ ജിവാർ, അത് നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ ഒരു പക്ഷേ വിശദമായി കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ഓരോരുത്തരായിട്ട് ഹിജ്റ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഹിജ്റ പോകാൻ റെഡിയായിട്ട് ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അപ്പോൾ എന്തേ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാട് വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ദുഗന്ന പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും ഒരു നാട് വിട്ടു പോകരുത്. നിങ്ങൾ ഈ എല്ലാ നാടിനും ആവശ്യമാണ് നിങ്ങളെപ്പോലുള്ളവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം തന്നിരിക്കുന്നു. ഇനി ഒരാളും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതിനാണ് ജിവാർ എന്ന് പറയുന്നത്. ഒരാൾ സംരക്ഷണം നൽകുക. ഇപ്പോൾ ഇന്നൊരാളെ ആരും, ഈ നാട്ടുകാരായ നിങ്ങളാരും ഇന്ന വ്യക്തിയെ ഉപദ്രവിക്കരുത്, അദ്ദേഹത്തിന് ഞാൻ സംരക്ഷണം നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ആ നാട്ടിലൊരു വിലയുണ്ടായിരുന്നു. അതവരെല്ലാവരും അംഗീകരിച്ചിരുന്നു. ഇബ്നു ദുഗന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം പ്രഖ്യാപിച്ചു, പരസ്യമായിട്ട് അറിയിച്ചു, ഞാൻ അബൂബക്കറിന് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. അബൂബക്കറിനെ ഇനി ആരും ഉപദ്രവിക്കാൻ പാടില്ല. ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. നിസ്കരിക്കുമ്പോൾ വളരെയേറെ കേൾക്കാൻ ഇമ്പകരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ആളുകൾ വരുമായിരുന്നു, അതിൽ ആകൃഷ്ടരാകുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണ സമയത്ത് ഒരുപാട് കരയുമായിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. ഇബ്നു ദുഗനയുടെ അടുത്ത് ചെന്നിട്ടാണ് പറയുന്നത്, എന്തെന്ന്, ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരണം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാൻ രാത്രിയിൽ ആൾ കൂടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അല്ല പറയുന്നത്, കാരണം സംരക്ഷണം കൊടുത്ത ഇബ്നു ദുഗനയാണ്. അതുകൊണ്ട് അവിടെ ചെന്നിട്ടാണ് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നത്.
അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇബ്നു ദുഖനയുടെ ജിവാർ, നിങ്ങളുടെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരാളുടെ വിഷയത്തിൽ ഒരു സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരിൽ ഒരാൾ നൽകിയ സംരക്ഷണം എന്ന നിലയ്ക്ക് അവരതിന് വിലമതിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ യുദ്ധം ഹറാമായ മാസങ്ങളെ അവർ പരിഗണിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ഹറമിന് അവർ മഹത്വം കൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഉമ്മഹാത്തുകളെയും ബനാത്തുകളെയും വിവാഹം കഴിച്ചിരുന്നില്ല, ഉമ്മമാരെയും പെൺമക്കളെയും വിവാഹം കഴിച്ചിരുന്നില്ല. ജനാബത്ത് കുളിക്കുന്ന സ്വഭാവം അവരുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, നഖം വെട്ടുന്ന സ്വഭാവമുണ്ടായിരുന്നു. ജാഹിലിയത്തിലെ അറബികളിലെ നഖം വെട്ടുന്ന സ്വഭാവമുണ്ടായിരുന്നു എന്ന്. അതുപോലെ നത്ഫുൽ ഇബ്ത്ത്, അതുപോലെ രോമങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടിടത്ത് രോമങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ ധീരത അവരോടൊപ്പം ഉണ്ടായിരുന്ന ഗുണങ്ങളാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കുറേ നന്മകളുണ്ടെങ്കിലും ഈ നന്മകളെ മുഴുവൻ നിഷ്പ്രഭമാക്കി കളയുന്ന കുറേയേറെ തിന്മകളും ആ സമൂഹത്തിൽ നടമാടിയിരുന്നു എന്നത് അവരുടെ ആ അതുകൊണ്ടാണ് ആ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ തിന്മകൾ നിറഞ്ഞ ഒരു സമൂഹമായി പരിചയപ്പെടുത്തപ്പെടുന്നത്. കാരണം അത്രമേൽ അത് വർദ്ധിച്ചിരുന്നു. ഈ കള്ളും വ്യഭിചാരവും അതുപോലെ തന്നെ മൈസറും ഒക്കെ വർദ്ധിച്ചിട്ട് ആകെ കുത്തഴിഞ്ഞ ഒരു സാമൂഹിക സാമ്പത്തിക സ്ഥിതിയാണ് അവിടെ നിലനിന്നിരുന്നത്. മറ്റൊന്ന് ദീനിയായ അവസ്ഥയാണ്. ദീനിയായ അവസ്ഥ പറയുമ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയാണ് ആ ജനത ദീൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ദീനിൻ്റെ തുടക്കം, മനുഷ്യവാസം തുടങ്ങുന്നതായിട്ട് നമ്മൾ നിലവിലുള്ള ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് വളരെ കുട്ടിയായ പ്രായത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നത് മുതൽക്കാണ്. ഹാജിർ അലൈഹിസ്സലാം താമസിച്ച ആ കാലഘട്ടം മുതൽക്കാണ്. അവിടെ നിങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ വിശ്വാസപരമായ മതപരമായ തകർച്ച എവിടെയാണ് ഉണ്ടായത് എന്നതിന് പറയപ്പെടുന്ന കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് വലിയ ദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അംർ ബിൻ ലുഹൈയിൻ്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അംർ ബിൻ ലുഹൈയാണ് ഷാമിൽ നിന്നും വിഗ്രഹം കൊണ്ടുവന്നതും മക്കയിൽ സ്ഥാപിച്ചതും. അങ്ങനെയാണ് വിഗ്രഹാരാധന മക്കയിൽ എത്തിയതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മക്കയിലെ ജനങ്ങളിൽ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ആചാരമെന്ന് പറയുന്നത്, അവർ യാത്ര പോകുന്ന സമയത്ത് ഹറമിൻ്റെ ഉള്ളിൽ നിന്നൊരു കല്ലെടുക്കും. ഹറമിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കല്ലെടുക്കും. ആ കല്ലുമായിട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ആ കല്ല് എവിടെയെങ്കിലും തമ്പടിക്കുന്ന സ്ഥലത്ത് ആ കല്ല് വെച്ചിട്ട് ആ കല്ലിൻ്റെ ചുറ്റും ഇവർ പ്രദക്ഷിണം ചെയ്യും, തവാഫ് ചെയ്യും. ഹറമിന് തവാഫ് ചെയ്യുന്ന അത് ഹറം തവാഫ് മക്ക തവാഫ് ചെയ്യല്ല, കഅബ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഹറമിൽ നിന്ന് കൊണ്ടുപോയ കല്ലിനെ തവാഫ് ചെയ്യുന്ന ഒരു രീതി ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതല്ലാതെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു രീതി അവരിൽ നിന്നും പൊതുവെ കേൾക്കുന്നില്ല. അതുണ്ടാകുന്നത് അംർ ബിൻ ലുഹൈയിലൂടെയാണ്. അയാൾ ഈ സിറിയയിലേക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ധാരാളം വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്, പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ. ആ വിഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അവർ ചോദിക്കുന്നു ആ ജനങ്ങളോട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ കൊണ്ട് പല കാര്യത്തിനും സഹായം തേടാറുണ്ട്, ആ സഹായം ഞങ്ങൾക്ക് കിട്ടാറുമുണ്ട്, അങ്ങനെ ഞങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഒരെണ്ണവും എടുത്തിട്ട് മൂപ്പര് മക്കയിലേക്ക് വരും. അങ്ങനെ ഹുബില് എന്ന് പറയുന്ന വിഗ്രഹമാണ് ആദ്യമായി മക്കയിൽ സ്ഥാപിക്കപ്പെടുന്ന വിഗ്രഹം. ഹുബില് കേട്ടിട്ടുണ്ടാവും. ഹുബിൽ എന്ന് പറഞ്ഞിട്ടാണ് അബൂ സുഫിയാൻ ഉഹദ് യുദ്ധത്തിൽ മടങ്ങിപ്പോകുന്നത്. ഹുബിലിൻ്റെ മഹത്വം പറഞ്ഞിട്ട്, ഹുബിലിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങൾ ഉഹദിൽ വിജയിച്ചു എന്നും പറഞ്ഞിട്ടാണ് അബൂ സുഫിയാൻ വിജയഭേരി മുഴക്കി ഉഹദ് യുദ്ധത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഹുബിലാണ് ആദ്യമായി സ്ഥാപിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ. പിന്നെ ലാത്ത, ഉസ്സ, മനാത്ത, സുവാ, യഊഖ്, യഊസ്, നസ്ർ ഇതൊക്കെ പറഞ്ഞ ഖുർആൻ പറഞ്ഞിട്ടുള്ളതും അല്ലാത്തതുമായ ധാരാളം വിഗ്രഹങ്ങൾ മക്കയിൽ, അതുപോലെ തന്നെ ത്വായിഫിൽ, അതുപോലെ പല പല പ്രദേശങ്ങളിലായിട്ട് വിഗ്രഹങ്ങൾ നിലനിന്നിരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് വലിയ ദൂരത്തല്ലാതെയാണ് വിഗ്രഹങ്ങൾ തുടങ്ങിയത്. ഹുബിൽ എന്ന് പറയുന്ന വിഗ്രഹം കഅബയുടെ പരിസരത്താണ് സ്ഥാപിച്ചത്, വിശുദ്ധ കഅബയുടെ പരിസരത്ത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് പെട്ടെന്ന് പുരോഗമിക്കുകയായിരുന്നു. ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടാകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹിൻ്റെ സമയമാകുമ്പോൾ 360ഓളം വിഗ്രഹങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഉള്ളിലും പുറത്തുമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മക്കയുടെ ഒരു
മതപരമായ അവസ്ഥ. ഒപ്പം നസാറ മതവും യഹൂദി മതവും മക്കയുടെ പരിസരങ്ങളിലുണ്ടായിരുന്നു. യമനിൽ ജൂത രാജാവായ ദൂനവാസ് എന്ന് പറയുന്ന രാജാവ് ഖിസ്സത്തുൽ ഉഖ്ദൂദ് വസ്സമാ ഇദാത്തുൽ ബുറൂജ് എന്ന് പറയുന്ന സൂറത്തിൽ പരാമർശിക്കുന്ന ഉഖ്ദൂദിൻ്റെ സംഭവം നടക്കുന്നത് യമൻ ദൂനവാസ് എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും വരുന്ന കുറച്ച് ക്രിസ്ത്യാനികളിലൂടെയാണ് നജ്റാനിൽ ക്രിസ്തുമതം പ്രചരിക്കുന്നത്. ക്രിസ്തുമതം വളരെ ശക്തമായ നിലയിൽ പ്രചരിച്ചു നജ്റാനിൽ. ആദ്യമായി ക്രിസ്തുമതത്തിൻ്റെ ഒരു പ്രചരണമായി വന്ന വ്യക്തികൾ ശരിയായ ക്രിസ്ത്യാനിയായിരുന്നു, സത്യസന്ധനായൊരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിലൂടെ പലതരത്തിലുള്ള അത്ഭുതങ്ങളും നജ്റാനിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം രാത്രി നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് പ്രകാശിച്ച് കാണുമായിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ ശരിയായ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. രാത്രിയിൽ നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. ഇങ്ങനെ ഇദ്ദേഹം അടിമയായിട്ടാണ് നജ്റാനിലെത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുതലാളി, ഇദ്ദേഹത്തിൻ്റെ സയ്യിദ് വീട് പ്രകാശിക്കുന്നത് കാണുകയാണ് ഈ മനുഷ്യൻ രാത്രി നമസ്കരിക്കുമ്പോൾ. അപ്പോൾ ചോദിക്കുകയാണ് ഇതെന്താണ് സംഭവം. അപ്പോൾ ക്രിസ്തുമതത്തെ സംബന്ധിച്ച് സയ്യിദിനോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സയ്യിദ് ഇത് കേട്ടിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അങ്ങനെ നജ്റാനിൽ മോശമല്ലാത്ത രീതിയിൽ ക്രിസ്തുമതം പ്രചരിച്ചു. പിന്നെ അബ്ദുല്ലാഹിബ്നു സാമിർ എന്ന പേരുള്ള വേറൊരു വ്യക്തിയിലൂടെയും, ഈ രണ്ട് പേരിലൂടെയാണ് നജ്റാനിൽ ക്രിസ്തുമതം പ്രചരിക്കുന്നത്. നജ്റാനിൽ മോശമല്ലാത്ത അവസ്ഥയിൽ ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ദൂനവാസ് എന്ന് പറയുന്ന ഭരണാധികാരി യമൻ ഭരിക്കുന്ന സമയത്താണ് അദ്ദേഹം നജ്റാനിലെത്തുന്നത്. നജ്റാനിലെ ക്രിസ്ത്യാനികളെ കാണുന്നതും ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഇദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായി. ജൂതനായ ഇദ്ദേഹത്തിന് ഈ ക്രിസ്ത്യാനികളെ നജ്റാനിൽ നിന്നും ക്രിസ്തുമതം ഇല്ലാതാക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാകുകയാണ്. അങ്ങനെയാണ് ക്രിസ്ത്യാനികളായ സംഘത്തെ മുഴുവൻ ഇയാൾ ഒരുമിച്ച് കൂട്ടുന്നതും വലിയ ഒരു കുഴി ഉണ്ടാക്കുന്നതും ആ കുഴിയിൽ വലിയ തീ കത്തിക്കുന്നതും ആ തീയിലേക്ക് എടുത്തെറിയുന്നതും. അതാണ് ഖുത്ല അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യത്തിൽ അവിടെ ആക്രമിക്കുന്ന വിഭാഗം ജൂതന്മാരാണ്, അക്രമത്തിന് വിധേയരാകുന്ന വിഭാഗം ക്രിസ്ത്യാനികളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് ചില്ലറ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ജൂത നസാറാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിന് കുറേ പഴക്കങ്ങളുണ്ട്. അങ്ങനെ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഖിസ്സത്തുൽ ഉഖ്ദൂദ്. പക്ഷെ ഈ കൂട്ടത്തിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. ഏതെന്നും ഈ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിയ ആ സംഘത്തിൽ നിന്നും ഒരു മനുഷ്യൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട മനുഷ്യൻ നേരെ റോമാ ചക്രവർത്തിയുടെ അടുക്കലേക്ക് എത്തി. റോമാ ചക്രവർത്തിയുടെ അടുക്കൽ നിന്ന് വിഷയങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. റോമാ ചക്രവർത്തി എന്ന് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനത് വലിയ വിഷമായി. ക്രിസ്ത്യാനികളായ ഒരു സമൂഹം ഒരു നാട്ടിൽ വളരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായി എന്ന് കേൾക്കുമ്പോൾ ഇയാൾക്ക് വിഷമമാകുകയും ഇദ്ദേഹം അബിസീനിയ രാജാവിന് ഒരു കത്തെഴുതി ഇദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്തയക്കുകയും ചെയ്തു. അദ്ദേഹം ആ കത്തുമായിട്ട് അബിസീനിയ രാജാവിൻ്റെ അടുക്കലേക്ക് എത്തി. അങ്ങനെ അബിസീനിയയിലെ രാജാവ് വലിയൊരു സൈന്യത്തെ ഈ വ്യക്തിയോടൊപ്പം അയക്കുകയാണ്. ആ വ്യക്തി നേരെ നജ്റാനിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെല്ലാം അമർച്ച ചെയ്യുകയും ചെയ്തതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ മക്കളാണ്, അദ്ദേഹത്തിന് ശേഷം ആ സംഘത്തിൻ്റെ അധികാരിയായി വന്ന ആളാണ് അബ്രഹത്ത് എന്ന് പറയുന്ന ആൾ. അബ്രഹത്ത്, അരിയാത്ത്, ഇങ്ങനെ രണ്ടു പേരാണ് ഈ ദൗസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ശേഷം ഈ സംഘത്തിൻ്റെ നേതാക്കളാകുന്നത്. അബ്രഹത്തും അരിയാത്തും. ഈ അബ്രഹത്തും അരിയാത്തും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ അബ്രഹത്ത് വിജയിക്കുകയും അരിയാത്ത് കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ശേഷമാണ് അബ്രഹത്ത് വിശുദ്ധ കഅബാലയത്തിനെതിരെ ഒരു സൈനികമായ പുറപ്പാട് നടക്കുന്നത്. ആ വർഷത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് എന്നാണ് ചരിത്രത്തിലെ പ്രബലമായ പക്ഷം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയം പണിതതും
അതിനുശേഷം ചെയ്ത ചില ദുആക്കൾ നമ്മൾ പറഞ്ഞു. ആ ദുആയുടെ ഭാഗമായിട്ട് കണ്ട നാം കേൾക്കുന്ന ഒരു ദുആയാണ് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് എന്ന് തുടങ്ങുന്ന ഒരു ദുആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ചെയ്ത ദുആയാണ്. മക്കയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിൽ പ്രവാചകനാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം മക്കയിലേക്ക് പ്രവാചകത്വത്തിൻ്റെ സന്ദേശം എത്തുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ തോന്നാവുന്നൊരു കാര്യമാണ്, ഹുനഫാക്കളായ ആരും മക്കയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന്. അഥവാ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ മക്കയിൽ ഉണ്ടായിരുന്നോ ഇല്ലേ? ഉണ്ടായിരുന്നു എന്ന് ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിൻ്റെ അടുത്ത സമയം വരെ ശരിയായ വിശ്വാസത്തിൽ നിന്ന സമൂഹം മക്കയിലുണ്ടായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിൻ്റെ സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅസത്തിൻ്റെ സമയത്തും വറഖത്ത് ബിൻ നൗഫൽ ജീവിച്ചിരിക്കുകയാണ്. വറഖത്ത് ബിൻ നൗഫൽ മക്കയിലെ ജനങ്ങളുടെ വിശ്വാസം ശരിയല്ല, ഇവരുടെ അനുഷ്ഠാനങ്ങൾ ശരിയല്ല, വിഗ്രഹാരാധന ശരിയായ ഇലാഹി മതമല്ല എന്ന് മനസ്സിലാക്കി ശരിയായ വിശ്വാസം പഠിക്കാൻ വേണ്ടിയിട്ട് സിറിയയിൽ പോവുകയും സിറിയയിൽ ചെന്ന് കാനംറഅൻ തനസ്സറഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ നസ്രാനി മതം സ്വീകരിച്ച ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. അപ്പോൾ ശരിയായ വിശ്വാസത്തെക്കുറിച്ചുള്ള അന്വേഷണം ആ സമയത്തും മക്കയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എല്ലാ നന്മകളും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ എല്ലാ ശരിയായ വിശ്വാസങ്ങളും നശിച്ചു പോയൊരു സമൂഹമല്ല, അതിൻ്റെ ചില ചെറിയ അടയാളങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ ഇതുപോലെ തന്നെ അന്വേഷിച്ചിറങ്ങിയ ആളാണ്. പല സ്ഥലങ്ങളിലും ചെന്ന് അന്വേഷിച്ചു ശരിയായ വിശ്വാസം എന്താണ്, ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിച്ചു. എന്നിട്ട് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുമതം സ്വീകരിക്കാതെ തിരിച്ചു വന്ന ആളാണ് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹത്തിൻ്റെ മകനാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചു. അഷ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട സഹാബിയാണ് സഈദ് ബിൻ സെയ്ദ്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പിതാവാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ അന്വേഷിച്ച് നടന്നയാളാണ്. ഉസ്മാൻ ബിൻ ഹുബൈരിസ് ഇതുപോലെ തന്നെ വിശ്വാസം, ശരിയായ വിശ്വാസത്തെ അന്വേഷിച്ച് നടന്ന ആൾക്കാരാണ്. ഇങ്ങനെ പൂർണ്ണമായും അത് ഇല്ലാതായി പോയിട്ടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യതഹന്നസു ഫീ ഗാരി ഹിറാ. യതഹന്നസു എന്ന വാക്കിന് യതഹന്നഫു എന്ന വിശദീകരണം വരെ ചില ഖുർആൻ ഹദീസ് വ്യാഖ്യാതാക്കൾ നൽകുന്നുണ്ട്. അഥവാ ശരിയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസവും അനുഷ്ഠാനവും ആ മില്ലത്തും എന്തായിരുന്നു എന്നുള്ള അന്വേഷണത്തിലും ചിന്തയിലുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ ഹിറായിൽ കഴിച്ചുകൂട്ടിയത് എന്ന് ആ വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹീമി മില്ലത്തിൻ്റെ ശേഷിപ്പുകളുടെ ചെറിയ ചെറിയ പൊരികൾ, ചെറിയ ചെറിയ തീപ്പൊരികൾ മക്കയിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത്, എന്നാൽ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെല്ലാം അധർമ്മങ്ങളും അക്രമങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പണി പൂർത്തീകരിച്ച് ചെയ്ത ആ ദുആയുടെ പൂർത്തീകരണം എന്ന നിലയിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമുൽ ഫീലിൽ ഭൂജാതനായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ സമയത്തെ മക്കയുടെ സവിശേഷമായ സാഹചര്യങ്ങൾ ഒരു പ്രവാചകനെ, ഒരു നവോത്ഥാന നായകനെ, സമൂഹത്തെ ആകെ പരിഷ്കരിക്കാൻ പോകുന്ന അതിശക്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൂജാതനാകുന്നതും പ്രവാചകനായി മാറുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ആ ജീവിതം പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.